ഓണാഘോഷത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇനി വരാനുള്ളത്. അതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്നു ഞാൻ. ഈ പായസം തയ്യാറായി വരികയാണ്. ഈ മയൂർവിഹാർ ക്ഷേത്രത്തിലെ ഓണാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണസദ്യയാണ്. ഇന്നിവിടെ വളരെ സമൃദ്ധമായ ഒരു ഓണസദ്യയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഒത്തിരി പേര് വരുമെന്നാണ് കരുതുന്നത്. സാധാരണയൊക്കെ 10,000-4,000 പേരാണെങ്കിൽ ഇത്തവണ അതിലും അപ്പുറത്തേക്ക് ഈ ആൾക്കാർ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ സുനിലേട്ടനുണ്ട്. സുനിലേട്ടനാണ് ഈ സദ്യയുടെ ഇൻചാർജ്. സുനിലേട്ട, എന്തായി ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ജസ്റ്റ് പപ്പടം കഴിച്ചാൽ മതി. ബാക്കി താഴെ സാധനങ്ങൾ സെർവ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞു. 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ വിളമ്പാൻ തുടങ്ങും. എത്ര പേര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മളൊരു 5,000-നും 6,000-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ആൾ കൂടും. അതെ, ഞായറാഴ്ച കൊണ്ട് തീർച്ചയായിട്ടും ആൾ കൂടും. ഒരു 3-3:30 വരെയെങ്കിലും വിളമ്പേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. 700 പേരെ ഒറ്റ ടൈമിൽ നമ്മൾ ഇരുത്തുന്ന രീതിയിലുള്ള സമീകരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെയും ഒരു 3:30 വരെ സദ്യ കൊടുക്കേണ്ടി വരും എന്നാണ്. അതെ, ഈ പറഞ്ഞതുപോലെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്ക് ആണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളോടൊപ്പം ഈ സദ്യയുടെ മെയിൻ കുക്ക് എന്ന് പറയാവുന്ന ചേട്ടനുണ്ട്. ചെങ്ങന്നൂർ സ്വദേശിയാണ്. അതെ അതെ. സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. എത്ര കൂട്ടം പായസം ഉണ്ട്? 2 കൂട്ടം പായസം. 2 കൂട്ടം പായസം. ഏതൊക്കെയാ? ഒരു പരിപ്പ് പായസം, പാലടയും. സ്പെഷ്യൽ എന്താണ് ഇത്തവണ? പാലടയാണ്. സ്പെഷ്യൽ പാലട. അതാണ് ഇത്തവണത്തെ സ്പെഷ്യൽ. ഈ പൊതുവെ ഇത് ഏത് ശൈലിയിലുള്ളതാണ്? കാരണം സാധാരണ തിരുവിതാംകൂർ ശൈലിയാണോ അത് മലബാർ? രണ്ടുമുണ്ട്. മധ്യ തിരുവിതാംകൂറുണ്ട്, പാലക്കാട് സ്റ്റൈലുണ്ട്. പാലക്കാട് സ്റ്റൈൽ. ഈ പറഞ്ഞതുപോലെയാണ് ഡൽഹിയിലെ ഇത്തവണത്തെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിൻ്റെയും പാലക്കാടിൻ്റെയും ഒരു മിക്സാണ് ആ സദ്യയുടെ ഒരു ശൈലി. ഞങ്ങൾ തിരുവനന്തപുരത്തുകാരൊക്കെ പറയും ബോളിയുള്ള സദ്യയാണ്. ബോളി ഇല്ലാത്ത ഒരു സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സദ്യ അല്ല എന്ന് ഞങ്ങൾ പറയും. പക്ഷേ ഇത്തവണ ഇവിടെ ബോളി ഇല്ലെങ്കിൽ കൂടിയും തൃശ്ശൂരുകാരുടെ പ്രധാനപ്പെട്ട വിഭവമായ പാലട, അത് തൃശ്ശൂരിയൻ സ്റ്റൈലിൽ ഉള്ള ഒരു പാലട പായസം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ കണ്ടിരുന്നു, അതായത് ജാർഖണ്ഡിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ ഉള്ള ഒത്തിരി പേരാണ് ഇന്നിവിടെ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അവരൊക്കെ ഈ സദ്യ കഴിച്ചിട്ടായിരിക്കും മടങ്ങുക. വരുന്ന അവസാനത്തെ ആളിനും സദ്യ കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 3:30-4 മണി വരെ ഈ അമ്പലത്തിൽ സമീപത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് ഈ സദ്യ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമുക്കും വീണ്ടും കാണാം. അതിനു മുമ്പ് ഞാനും എൻ്റെ ഒപ്പം ജിഷ്ണു ഒക്കെ ഞങ്ങളൊക്കെ സദ്യ കഴിച്ചതിന് ശേഷം വീണ്ടും വരുന്നതായിരിക്കും. ഏതായാലും വിഭവസമൃദ്ധമായ പാലട ഉൾപ്പെടെ 2 കൂട്ടം പായസം. ഡൽഹിയിലൊക്കെ 2 കൂട്ടം പായസം എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ തന്നെയാണ്. അങ്ങനെ ഒരു സദ്യയാണ് ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ സദ്യ കഴിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം.